വൈകിട്ട് 6 മണിക്കാണ് പരസ്യ പ്രചാരണം അവസാനിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായുണ്ട്. രാഹുൽ, ഇടുക്കിയിലൊക്കെ കടുത്ത പോരാട്ടം നടക്കുകയാണ്. അതിലിപ്പോൾ നമുക്കറിയാം കേരള കോൺഗ്രസിന് വലിയൊരു സാന്നിധ്യമുണ്ട്. അവർക്ക് അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അത് LDFന് ഗുണം ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തവണ എങ്ങനെയാണ് UDFന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? LDF ആ പ്രമാദിത്വം നിലനിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മറ്റൊന്നിതിൽ ഈ വിമത സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു വരവ് അതൊക്കെ UDFന് പ്രതിസന്ധിയാകുന്നുണ്ടല്ലോ രാഹുൽ. അനുജ, തീർച്ചയായിട്ടും ഇത്തവണ എന്തായാലും ഈ കേരള കോൺഗ്രസുകളുടെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല. കഴിഞ്ഞ തവണ LDFന് അനുകൂലമായ ഒരു സാഹചര്യം പൊതുവെ ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല എന്ന് UDF അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല NDAക്ക് ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന് അവരും അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു മത്സരമാണ്. കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ ഒരു പോക്കിന് ശേഷം UDFന് വലിയ ക്ഷീണം ഇടുക്കിയിൽ സംഭവിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഉൾപ്പെടെ വലിയ തരത്തിൽ തിരിച്ചടിയേറ്റിരുന്നു. അത് LDFന് വലിയ മേൽക്കൈ ഉണ്ടാക്കുന്ന നിലയിലേക്ക് പോവുകയും ചെയ്തു. നേരത്തെ UDFന്റെ കോട്ടയായിരുന്നു ഇടുക്കി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലും നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന കണക്കുകൾ നോക്കുമ്പോഴും LDFന് വലിയ മേൽക്കൈയുള്ള ജില്ലയായി ഇടുക്കി മാറിയിട്ടുണ്ട്. അത് നിലനിർത്തുകയാണ് LDFന്റെ ഒരു പ്രചരണത്തിൻ്റെ തന്ത്രം, അല്ലെങ്കിൽ അവരങ്ങനെയാണ് പ്രചരണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല UDFന്റെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ കഴിയും, പഴയ ഒരു പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. NDA ആകട്ടെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്വാധീനം ഇടുക്കി ജില്ലയിൽ ഉണ്ട് എന്ന് തെളിയിക്കുക. അതിന് BDJSന് കൂടുതൽ സീറ്റ് നൽകിയിട്ടുണ്ട്. അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ അവർക്ക് BJP വാരിക്കോരി സീറ്റ് കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാ തരത്തിലും NDAക്ക് കളം നിറയുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും അവരും ഒരുക്കിയിട്ടുണ്ട്. ആ തരത്തിലുള്ള പ്രചരണമാണ് ഇടുക്കിയിൽ ശക്തമായി മുന്നോട്ട് പോയത്. അതിനൊപ്പം തന്നെ ഭൂവിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിൽ ചർച്ചയാക്കിയിട്ടുള്ളത്. LDF ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും ഭൂപതിവ് ഭേദഗതി ചട്ടം രൂപീകരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ LDF നേട്ടമായി പറയുന്നു. പക്ഷേ അത് ജനങ്ങളെ പറ്റിക്കാനുള്ള പദ്ധതിയായിരുന്നെന്ന് NDAയും UDFും ഒരേപോലെ പറയുന്നു. അങ്ങനെ ഇതൊക്കെ ജനങ്ങളിലേക്ക് എന്തായാലും ഭൂപ്രശ്നങ്ങൾ തന്നെയായിരിക്കും ജനങ്ങളിലേക്ക് കൂടുതലായിട്ടും ഇടുക്കി ജില്ലയിൽ 3 മുന്നണികളും എത്തിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വോട്ട് കൂടുതൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ, ഭൂവിഷയത്തിൽ കൂടുതൽ പ്രചരണം നടത്താൻ സാധിച്ചിട്ടുള്ള ആളുകൾക്ക് വോട്ട് കൂടുതൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ വിമത ശല്യം UDFനെ വലയ്ക്കുന്നുണ്ട്. നേരത്തെ വിമതർ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ശക്തരായ സ്ഥാനാർത്ഥികളായിരുന്നില്ല. പക്ഷേ ഇത്തവണ വിമതരുടെ എണ്ണം കുറവാണ്. അവർ പക്ഷേ ശക്തരായിട്ടുള്ള വിമതരാണ്. അതാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയായി നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.